മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ആ മാർക്കോ ശരിക്കും തന്നെ പെരുമാറി വിട്ടു എന്ന്. ആ വാമദേവനെ ശരിക്കും കൊന്നു കളയാണ് വേണ്ടത്, അതവൻ ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, മരുമകനും അമ്മായിച്ചനും വീൽ ചെയറിൽ സഞ്ചരിക്കേണ്ട ഗതികേടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് എന്നൊക്കെ മുത്തശ്ശി പറയണം. ഈ സമയം മോഹിനി പറയുന്നുണ്ട്, ദേ അമ്മേ, അതിനുള്ള കാരണക്കാർ ഇവര് തന്നെയല്ലേ. എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ കൊല്ലാനും തിന്നാനൊക്കെ ആയിട്ട് നടക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കാരണം കൊണ്ടാണ് ആ കരുണയുടെയും ഉണ്ണിയുടെയും ജീവിതം ഇങ്ങനെയായി പോകുന്നത്. മകളെയും മരുമകനെയും ഉപദേശിച്ച് നല്ല വഴിക്ക് നടത്തേണ്ടതിന് പകരം അവരെ കൊലയാളികളാക്കി കൂടുതൽ ക്രൂരത ചെയ്യിപ്പിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട്, ദേ ഞാൻ ആകെ ജയിലിൽ നിന്നും മാർക്കോയിൽ നിന്നൊക്കെ തല്ലുകൊണ്ട് ഒരു വശം കെട്ടിട്ടാ വന്നിരിക്കുന്നത്. അതിനിടയിൽ നിന്റെ ഈ ഡയലോഗ് അടി ഉണ്ടല്ലോ, എല്ലാ കലിപ്പും കൂടി നിന്റെ മേലെ തീർക്കുമെന്നൊക്കെ പറയുമ്പോ, ഓ പിന്നെ ഒന്ന് തൊട്ടു നോക്ക്, അപ്പൊ അറിയാം കൊള്ളുന്നത്. മാർക്കോയോട് ഒന്ന് പറഞ്ഞാൽ മതി, അവൻ വീണ്ടും ഇങ്ങോട്ട് വരും കാണണോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ വേണ്ടായേ വേണ്ടായേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ, പ്രതാപ ഒന്ന് മിണ്ടാതിരിക്കടാ എന്ന് പറയുകയാണ്. ആ ശരി അമ്മേ. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് മോഹിനിയാണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഈ സമയം മുത്തശ്ശി പറയുകയാണ്, എന്തൊക്കെയായാലും ആ ഉണ്ണിക്ക് കിട്ടിയത് കുറവാണോന്നും പറയുന്നില്ല, അവനത് കിട്ടേണ്ടതായിരുന്നു. അതെന്താ അമ്മേ, അവന് വീൽ ചെയറിലായത് അമ്മയ്ക്ക് അത്ര സന്തോഷാണോ? അല്ലാതെ പിന്നെ ഞാനേ നമ്മുടെ മോളുടെ ഭാവി സുരക്ഷിതമാവാൻ വേണ്ടിയിട്ടേ അവൻ സ്വത്തുക്കളൊക്കെ എഴുതി കൊടുത്തിട്ടും അവൻ പറയാ നഷ്ടപരിഹാരം വേണമെന്ന്. അപ്പൊ പിന്നെ എന്തൊരാർത്തി അവന്, ഇത് വേണടാ അവന്. വീൽ ചെയർ തള്ളിക്കൊണ്ട് നടക്കുന്ന മോളെ കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. കണ്ണ് നടക്കുമ്പോൾ ഉണ്ണി വീൽ ചെയറിൽ ഇരിക്കുന്നത് കാണുമ്പോഴും വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, അവന്റെ അഹങ്കാരത്തിന് അതൊക്കെ കിട്ടണമെന്ന് പറയുമ്പോൾ അമ്മ അല്ലെങ്കിലും എടുത്തു ചാടിയിട്ടല്ലേ ഓരോന്ന് ചെയ്തത്. നമ്മുടെ മോളെ കൊണ്ടുവന്ന് അമ്മയുടെ വീട്ടിൽ താമസിപ്പിച്ചാ പോരെ, അതിന് പകരം അവനെല്ലാം എഴുതി കൊടുത്തിരിക്കുന്നു. എടാ, നീയും ഞാനും നാളെ അങ്ങ് മേലോട്ട് പോകും. ആ സമയം നമ്മുടെ മോളെ അനാഥരായി പോകരുതല്ലോ. അതുകൊണ്ടാണ് ആ ഉണ്ണിയുടെ കാലും കൈയും പിടിച്ചിട്ട് അവളുടെ ജീവിതം സുരക്ഷിതമാക്കിയത്. ഇന്നും പല പെൺകുട്ടികളും അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടല്ലടാ ഭർത്താവിന്റെ വീട്ടിൽ അടിമയായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ സ്വയം ആശ്വാസം കണ്ടെത്തുകയാണ്. തുടർന്ന് വാമദേവനാണെങ്കിൽ ശ്രീമന്തിരിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എടി, ഭർത്താവ് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ ഒന്ന് അകത്തേക്ക് കയറ്റടി. ദേ ഇത് നിങ്ങളുടെ വീടായതുകൊണ്ട് മാത്രാ ഞാൻ ഇറങ്ങിപ്പോയെന്ന് പറയാത്തത്. അതുകൊണ്ട് കൂടുതൽ വിളച്ചിലെടുക്കാതെ അകത്തേക്ക് കയറി വാടോ എന്ന് പറഞ്ഞുകൊണ്ട് സീമന്തിനി വളരെ ദേഷ്യത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറി പോവുകയാണ്. ആ മാർക്കോയെ ഒന്ന് ശരിക്കും എന്നെ പെരുമാറി. ആണോ, നന്നായി. അവൻ നിങ്ങളെ കൊന്നു കളഞ്ഞാൽ മതിയായിരുന്നു. അത്രയ്ക്കും വലിയ ക്രൂരതകളല്ലേ നീയൊക്കെ കൂടി കാണിച്ചു വെച്ചത്. ആ പ്രതാപനും നീയും ചേർന്ന് എന്തിനാ വിശ്വനാഥനെ കൊല്ലാൻ പോയത്? ആ പാവത്തിന്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോ അയാൾ നമ്മളെ കണ്ടറിഞ്ഞ് സഹായിക്കുമായിരുന്നു. അല്ലടി, ഇനിയിപ്പോ എനിക്ക് എന്റെ ദുർഗയെ കാണാൻ പറ്റില്ലല്ലോ. ആ താനങ്ങ് ചെന്നാ മതി, അവളെ മുന്നേ വന്നങ്ങ് നിൽക്കും. ഇന്നാ കണ്ടോ എന്ന് പറഞ്ഞു. ദേ അവളുടെ മുന്നിലെങ്ങാനും പോയി പെടല്ലേ, അവളെ തിളച്ച വെള്ളം എടുത്ത് ഒഴിക്കുന്ന പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിലും താനൊക്കെ ചെയ്തു കൂട്ടിയ പാപത്തിന് എവിടെ പോയിട്ടാടോ പുണ്യം കണ്ടെത്തുക. ദേ നോക്ക്, ആ വിശ്വനാഥനെ കൊന്നു ശരി, പക്ഷേ ആ പാവം കണ്ണനെ വെറുതെ വിട്ടോ? ഇല്ല, അവനെയും ക്രൂരമായി തന്നെയല്ലേ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഉപദ്രവിച്ചത്. അവന് മരുന്ന് മാറ്റിക്കൊടുത്ത് അതിന്റെ ജീവിതം തന്നെ കുറച്ചു കാലത്തേക്ക് ഇല്ലാതെയാക്കി. പിന്നെ ആ മഹാലക്ഷ്മി കയറി വന്നതോട് കൂടിയിട്ടാണ് അവന്റെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചത്. എടി, ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എന്റെ മോൾക്കേ നല്ലൊരു ഭാവി കിട്ടത്തില്ല, അതുമാത്രം മിച്ചം. എന്തായാലും എല്ലാവരും ചേർന്ന് നല്ല രീതിക്ക് തന്നെ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എത്ര പ്രാവശ്യം പറഞ്ഞോടോ തന്നോടൊക്കെ വേണ്ട വേണ്ട എന്ന്. താൻ കേട്ടോ? താനും തന്റെ മകനും ചേർന്ന് എല്ലാം നാശാക്കി വെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സീമന്തിനി വഴക്ക് പറയുമ്പോൾ, ഞാൻ എന്നാലേ എന്റെ മോനെ ഒന്ന് കാണട്ടെ. മോനെ കാണേണ്ട കാര്യമൊന്നുമില്ല. നീ പോയപ്പോ എങ്ങനെയാണോ കിടന്ന് അതുപോലെ തന്നെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സീമന്തിനി ആണെങ്കിൽ ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ വാമദേവൻ നേരെ മേഘനാഥന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എടാ മോനെ, അച്ഛൻ വന്നടാ. ആ മാർക്കോയെ അച്ഛനെ വഴിക്ക് വെച്ച് കണ്ടിരുന്നു. അച്ഛന് തീരെ വയ്യടാ. പിന്നെ നീ അറിഞ്ഞോ, ആ കണ്ണൻ നടക്കാൻ തുടങ്ങി. അവിടേക്കും സീമന്തിരി വരികയാണ്. അവനൊക്കെ അതറിയാം, ഇനി നിങ്ങളായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ആ എനിക്കത് തോന്നി, കാരണം ആ കണ്ണനെയും കൊണ്ട് പോയപ്പോഴാണല്ലോ അവൻ ഇങ്ങനെ സംഭവിച്ചത്. എന്തായാലും എല്ലാം കൊണ്ടും കഷ്ടകാലമാണെന്നൊക്കെ പറയുമ്പോൾ, കഷ്ടകാലം വരുത്തി വെച്ചതേ നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടാ. കുടുംബത്തിന്റെ വേര് പിഴുതെറിഞ്ഞിട്ട് കഷ്ടകാലം എന്ന് പോലും. ആ കണ്ണൻ പണി ചെയ്യാതെയല്ലേ നിങ്ങക്ക് സാലറി തന്നിരുന്നത്. വെറുതെ കിട്ടുന്ന ക്യാഷും ഇപ്പൊ നിലച്ചു. ഇപ്പൊ എന്റെ മോൾ സ്വാതിയെ രാവിലെ ഇവിടെ നിന്നും പോയിട്ടേ വൈകുന്നേരത്തെ ഇങ്ങോട്ട് കയറി വരുന്നത്. അയ്യോ, അവളെ എങ്ങോട്ടാ പോകുന്നത്? അവൾ എങ്ങോട്ടാന്നോ? അവൾക്ക് കുറച്ച് ഡാൻസ് അറിയാവുന്നതുകൊണ്ടേ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് പോവാം, കഴിഞ്ഞു പോകണ്ടേ. പിന്നെ ഞാൻ എന്തായാലും പണിക്ക് ഇറങ്ങുക. നിനക്കതിന് എന്ത് പണിയടി അറിയാം? അടുക്കള പണി. ആരാന്റെ പാത്രം കഴുകിയിട്ടാണെങ്കിലും നിങ്ങളെയൊക്കെ തീറ്റി പോറ്റണ്ടേ. എല്ലാം കേസ് വാദിക്കാനായിട്ട് ഇനി എന്ത് ചെയ്യും? എന്റെ പൊന്നിന്റെ ഒരു തരി പോലും ഞാൻ തരില്ല. അല്ലെങ്കിൽ എന്റെ മോളുടെ ഭാവിയും മോന്റെ ഭാവിയും ആലോചിച്ച് ആകെ വിഷമത്തിലാ.
അതിനിടയിൽ തന്റെ കേസ് പോയി ജയിലിൽ കിടക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമതി അവിടെ നിന്ന് പോകുന്നുണ്ട്. കണ്ടല്ലേ മോനെ, ഇതാണ് പെണ്ണുങ്ങളുടെ സ്വഭാവം. അവരെല്ലാത്തിനും കൂട്ടു നിൽക്കും. എവിടെയെങ്കിലും പിഴച്ചു പോയാലേ അവിടെ നമ്മളെ ഇട്ട് കുത്തി താഴ്ത്തുമെന്നൊക്കെ പറയുമ്പോൾ മേഘനാഥനാണെങ്കിൽ ഒന്നും പറയാനായിട്ട് കഴിയുന്നില്ല. എന്തായാലും എല്ലാം കൊണ്ടും നമ്മൾ തോറ്റിരിക്കടാ. ആ ഉണ്ണിയാണെങ്കിൽ വീൽ ചെയറിലാവും ചെയ്തു. പ്രതാപനാണെങ്കിൽ ഒരു കാരണവശാലും അടുക്കുന്നില്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വാമദേവൻ പോകുമ്പോൾ മേഘനാഥനാണെങ്കിൽ ആകെ വിഷമിക്കുകയാണ്. തുടർന്ന് അമ്മയാണെങ്കിൽ മാർക്കോയോട് പറയുന്നുണ്ട്, നാഗങ്ങൾ വന്ന് തീണ്ടിയാലും ഒരു കാരണവശാലും മഹാലക്ഷ്മിയുടെയും കണ്ണന്റെയും കുഞ്ഞിന് യാതൊരു ആപത്തും സംഭവിക്കില്ല. കാരണം വിഷം തീണ്ടാത്ത കുഞ്ഞാണ് ആ കുഞ്ഞ്. അത്രയ്ക്കും ദേവിക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞ്. അതിന് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. സത്യം പറഞ്ഞാൽ വലുതായി ദാമ്പത്യ ജീവിതത്തിലേക്ക് കിടക്കുന്ന സമയത്താണ് ശരിക്കും ആ കുട്ടി പരീക്ഷണങ്ങൾ നേരിടേണ്ടത്. കാരണം അവൾ ഒരു പരിശുദ്ധയായ കുട്ടിയായിരിക്കും. മറ്റാർക്കും മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ദ്രോഹവും ചെയ്യാത്ത കുട്ടിയായിരിക്കും. അങ്ങനെയുള്ള പതിവ്രതയായിട്ടുള്ള കുട്ടികൾക്ക് അങ്ങനെയുള്ള പുരുഷന്മാരെ ആയിരിക്കും കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം നശിച്ചു പോകും എന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അത് പിന്നെ ആ കുഞ്ഞിന്റെ ജാതകം പോലും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഗണിച്ചു വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മഹാലക്ഷ്മി നല്ല അമ്മയ്ക്കുണ്ടായ ഒരു കുഞ്ഞാണ്. മോഹിന്റെ രണ്ടാമത് കല്യാണം കഴിച്ചാലും വഴിപഴിച്ചു പോയവളല്ല, ദൈവത്തെ മനസ്സുരുക്കി വിളിക്കുന്നവളാണ്. അതുപോലെ തന്നെയാണ് കണ്ണന്റെയും അച്ഛന്റെയും അമ്മയുടെയും കാര്യം. രണ്ടു കൂട്ടരും നല്ല അമ്മയ്ക്കും അച്ഛനും ജനിച്ചതുകൊണ്ട് തന്നെ അവർക്കുണ്ടായ കുഞ്ഞും ദൈവഭക്തിയും നല്ലൊരു കുഞ്ഞുമാണ്. അതുകൊണ്ട് ഇനിയുള്ള അങ്ങോട്ടുള്ള കാലത്തും അതുപോലെയുള്ള ആളുകളായിരിക്കണം ആ കുഞ്ഞിന്റെ ചുറ്റും ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ അതിന്റെ ഭാവി തന്നെ ഇല്ലാതെയാകുമെന്നൊക്കെ പറയും. അമ്മേ, ഇപ്പോഴത്തെ കുഞ്ഞിന്റെ അവസ്ഥ ഒരിക്കലും ആ കുഞ്ഞിനെ തൊടാൻ പോലും കഴിയില്ല. അങ്ങനെ ആരെങ്കിലും അതിനെ തൊട്ടു നോവിക്കാൻ ശ്രമിച്ചാൽ ദേവിയെ തൊട്ടു നോവിക്കുന്നത് പോലെയാണെന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടാൽ മതി അമ്മേ. എന്തായാലും അവർക്ക് അങ്ങനത്തെ കുഞ്ഞു തന്നെ ജനിച്ചത് നന്നായി. അല്ലെങ്കിൽ അതിന്റെ കാര്യം ആലോചിച്ച് ആകെ ടെൻഷൻ അടിക്കും നമ്മളെല്ലാവരും ചേർന്നെന്ന് പറയുമ്പോൾ ഇത് കേട്ട് മാർക്കോയെ അമ്മ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ നൂലുകെട്ടിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ അനന്തവും തകൃതമായി തന്നെ നടത്തുമ്പോൾ, എടാ മതിയടാ, കൂടുതൽ ഒരുക്കങ്ങളൊന്നും വേണ്ട. നീ ഒന്നും മിണ്ടാതിരുന്നേ. ഈ കുഞ്ഞിന്റെ ജനനത്തിന് വേണ്ടി നമ്മൾ എത്ര കാത്തിരുന്നു. അതിന്റെ നൂലുകെട്ട്, 1-ാം വയസ്സ്, അതിന്റെ ഓരോ ആഘോഷങ്ങളും നന്നായി തന്നെ ആഘോഷിക്കണം. ഇനിയിപ്പോ ആകെ ടെൻഷൻ ആവുകയാണ്. അവിടേക്ക് ലേഖ വരുന്നുണ്ട്. നൂലുകെട്ടിന് ഒരു സന്തോഷമില്ല എനിക്ക്. അതെന്താ, നൂലുകെട്ട് കഴിഞ്ഞാൽ മഹിയും കുഞ്ഞും ഇവിടെ നിന്നും പോകുമല്ലോ, അതാ എന്റെ ടെൻഷൻ. ഇവര് പോയാ ഞാൻ എങ്ങനെ പിന്നീടുള്ള ദിവസങ്ങൾ. താൻ വിഷമിക്കാതിരിക്കേ. നോക്ക്, നൂലുകെട്ട് കഴിഞ്ഞിട്ടല്ലേ പിന്നീട് തീരുമാനിക്കാം. പിന്നെ ഇപ്പൊ ഞാനാണോ നീയാണോ കുഞ്ഞിന്റെ അമ്മ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെന്നൊക്കെ മഹി പറയുമ്പോ, എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ ലേഖയെ ആശ്വസിപ്പിക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുമെന്ന് അനന്ത് പറയണം. സാരല്ല, ഞങ്ങൾ കുറച്ചു ദിവസം ഇവിടെ നിന്നതിന് ശേഷം തിരിച്ച് ജർമ്മനിയിലേക്ക് തന്നെ പോകുമെന്ന് പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ കണ്ണേട്ടനും മഹിക്കും വന്നോടെ ഞങ്ങൾക്കൊപ്പം. അതൊരിക്കലും ഇല്ല. പിന്നെ നിങ്ങൾ ഇനി പോകണ്ട എന്ന എൻ്റെ അഭിപ്രായം. ഒരുപാട് സമ്പാദിച്ചില്ലേ, അതിൽ പുതിയൊരു ബിസിനസ് തുടങ്ങുക, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൽ പങ്കാളിയാകുക. അതൊന്നും വേണ്ടടാ, ഇനിയുള്ള കാലം അങ്ങനെ പോട്ടെ. അങ്ങനെ മഹിയാണെങ്കിൽ വാക്ക് മാറ്റാനായിട്ട് ചോദിക്കുന്നുണ്ട്. അല്ലേ കണ്ണേട്ടാ, നാളെ അമ്മ നൂലുകെട്ടിന് വരുവോ? അമ്മയെ ഈ മാനസികാവസ്ഥയിൽ കൊണ്ടുവരണമെന്ന എൻ്റെ ആഗ്രഹം. അത് വേണ്ട കണ്ണേട്ടാ, അല്ലെങ്കിലേ പേടിയാ നല്ല കാര്യം നടക്കുമ്പോൾ. വിഷം ചീറ്റുന്ന പാമ്പുകളാണ് ചുറ്റിലുള്ളതെന്നൊക്കെ പറയുമ്പോൾ, അമ്മ വരണമെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ വിഷമിപ്പിക്കാനായിട്ട് പറ്റില്ലടി. കാരണം അമ്മ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ലേഖയെ ആശ്വസിപ്പിക്കുകയാണ് കണ്ണൻ. അങ്ങനെ മോഹിനി ആവട്ടെ വിളക്കൊക്കെ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് കരുണയാണെങ്കിൽ പ്രതാപനെ കാണാനായിട്ട് വരുന്നുണ്ട്. മോഹിനി അവളെ കാണുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ഈ സമയം കരുണ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ മോഹിനിയെയും നോക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം നാളത്തേക്ക് എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.